ഏവർക്കും സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 18 ചൊവ്വാഴ്ച. സൗദിയിലെ കോവിഡ്-19 വൈറസ് ബാധയുമായി ബന്ധപ്പെട്ട കണക്കുകളും പ്രാദേശികമായിട്ടുള്ള വിവരങ്ങളുമാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. അതോടൊപ്പം ഏറ്റവും സുപ്രധാനമായ ഒരു വാർത്ത കൂടി ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതൊന്നുമല്ല, പ്രവാസികളുടെ മടക്ക യാത്രയുമായി ബന്ധപ്പെട്ട് ഇന്നലെ മുതൽ സോഷ്യൽ മീഡിയയിൽ വാട്സപ്പിലായാലും ഫേസ്ബുക്കിലായാലും വളരെ തീർത്തും സത്യമല്ലാത്ത ഒരു വാർത്തയാണ് പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രവാസികൾക്ക് നാട്ടിൽ നിന്നും തിരിച്ചു വരാൻ സാധിക്കുന്ന രീതിയിൽ സൗദി വിമാന സർവീസ് ആരംഭിക്കുമെന്ന തരത്തിലാണ് വാർത്തകൾ പ്രചരിക്കുന്നത്. ഇതിന് പിൻബലമേകിക്കൊണ്ട് ചില ട്രാവൽസ് ഏജൻസികൾ സൗദിയിലേക്ക് കേരളത്തിൽ നിന്ന് സൗദിയിലേക്ക് വിമാന സർവീസുകൾ ചാർട്ടർ ചെയ്തതായി തീയതി പ്രഖ്യാപിച്ചുകൊണ്ട് പോസ്റ്ററുകൾ ഇറക്കിയും പ്രചരണം ശക്തിപ്പെടുത്തി. നാട്ടിൽ കുടുങ്ങിക്കിടക്കുന്ന സൗദി പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ആദ്യം കേട്ടപ്പോൾ ഇത് ഏറെ ആശ്വാസകരമാകുന്ന ഒരു വാർത്തയായിട്ടാണ് സത്യത്തിൽ തോന്നിയത്. എന്നാൽ സൗദി സിവിൽ ഏവിയേഷൻ അതോറിറ്റി കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ ആ പ്രസ്താവന, അതല്ലെങ്കിൽ ആ സർക്കുലറിനെ പിടിച്ചുകൊണ്ടുള്ള, അതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഈ വാർത്ത ഷെയർ ചെയ്യുന്ന ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്തകളുടെ സത്യാവസ്ഥ എന്താണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. കാരണം പല ആളുകളും ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് നിരന്തരം ബന്ധപ്പെട്ടിരുന്നു. ഈ വാർത്തയുടെ നിജസ്ഥിതി അറിയുവാൻ വേണ്ടി പല വിധത്തിൽ പല ആളുകളും ബന്ധപ്പെട്ടു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിൽ ചില കാര്യങ്ങൾ വ്യക്തമായി. ആ കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ഇത്തരം വാർത്തകൾ പ്രചരിപ്പിക്കുന്നതിന് മുമ്പ് ഈ വാർത്തയിലെ വസ്തുത എന്താണ് എന്ന് അന്വേഷിക്കണം എന്നുള്ള ഒരു ചെറിയ അഭ്യർത്ഥന കൂടി നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. ചില മാധ്യമങ്ങളും ഇതിന്റെ ചുവട് പിടിച്ച് ചില വാർത്തകൾ പ്രചരിപ്പിച്ചിരുന്നു. എല്ലാ വാർത്തകളും തലങ്ങും വിലങ്ങും ഓടുകയും ചില ട്രാവൽസ് ഏജൻസികൾ ഡേറ്റുകൾ ഫിക്സ് ചെയ്തുകൊണ്ട് ഇതിനായിട്ടുള്ള ചട്ടങ്ങൾ ഒരുക്കുകയും ചെയ്തപ്പോൾ പാവം സൗദി പ്രവാസികൾ, നാട്ടിൽ കുടുങ്ങിയിരിക്കുന്ന സൗദി പ്രവാസികൾ അടുത്ത ദിവസം തന്നെ സൗദിയിലേക്ക് തിരിച്ചു വരാനാകുമെന്ന വളരെ പ്രതീക്ഷയിലായിരുന്നു. എന്നാൽ നിലവിലെ അവസ്ഥയിൽ ആ പ്രതീക്ഷകൾ അസ്ഥാനത്താണ്. സൗദി അധികൃതർ വിദേശികളായ സൗദിയിൽ നിന്നും നാട്ടിൽ പോയി കുടുങ്ങിയിരിക്കുന്ന വിദേശികളെ നിലവിൽ ഇവിടെ തിരിച്ചു കൊണ്ടുവരുന്നതിനുള്ള യാതൊരു അംഗീകാരവും ഇതുവരെ നൽകിയിട്ടില്ല. അത്തരത്തിലൊരു ചർച്ചകൾ പോലും നടക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ സംശയമാണ്. ഏതായാലും നിലവിൽ സൗദി ജവാസാത്ത്, അതല്ലെങ്കിൽ സൗദി വിദേശകാര്യ മന്ത്രാലയം, ആഭ്യന്തര മന്ത്രാലയം, സൗദി ആരോഗ്യകാര്യ മന്ത്രാലയം, ഇങ്ങനെ ഒരു തരത്തിലുള്ള അതോറിറ്റികളും ഇത് സംബന്ധിച്ച് യാതൊരു വാർത്തകളും ഇതുവരെ ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ല. എന്നാൽ കഴിഞ്ഞ ദിവസം പ്രചരിച്ച ആ വാർത്തയിലേക്ക് വരാം. എന്താണ് സൗദി സിവിൽ ഏവിയേഷൻ അതോറിറ്റി ഇത്തരത്തിലൊരു സർക്കുലർ പുറത്തിറക്കിയത്? ഈ സർക്കുലറാണ് കഴിഞ്ഞ ദിവസം സൗദി സിവിൽ ഏവിയേഷൻ അതോറിറ്റി പുറത്തിറക്കിയത്. എന്താണ് ഈ സർക്കുലറിൽ പറയുന്നത്? ആർക്കാണ് ഈ സർക്കുലർ നൽകിയത്? അന്വേഷണത്തിൽ വ്യക്തമായ കാര്യം, വിമാന കമ്പനികൾക്ക് സൗദി സിവിൽ ഏവിയേഷൻ അതോറിറ്റി നൽകിയ ഒരു സർക്കുലർ മാത്രമാണിത്. ഇതിൽ പറയുന്ന കാര്യങ്ങൾ നേരത്തെ വാർത്തകൾ വന്നതുപോലെ വിദേശികൾക്ക് സൗദിയിലേക്ക് തിരിച്ചു വരുവാനുള്ള തീയതി പ്രഖ്യാപിക്കുകയോ തിരിച്ചു വരുവാനുള്ള മറ്റു കാര്യങ്ങൾ അവലോകനം ചെയ്യുകയോ പ്രഖ്യാപിക്കുകയോ ഡേറ്റ് ഫിക്സ് ചെയ്യുകയോ ഒന്നുമല്ല. സൗദിയിൽ വിദേശികളായ ആളുകൾ ഇങ്ങോട്ട് വന്നിറങ്ങുമ്പോൾ പാലിക്കേണ്ട കാര്യങ്ങൾ, ആരോഗ്യ മര്യാദകൾ ഇവയായിരിക്കണം. ഈ നിർദ്ദേശങ്ങൾ അനുസരിച്ചിട്ടായിരിക്കണം സൗദിയിലേക്ക് പുറമെ നിന്നുള്ള ആളുകൾ കടന്നു വരുമ്പോൾ സ്വീകരിക്കേണ്ട കാര്യങ്ങൾ എന്ന് മാത്രമാണ് സിവിൽ ഏവിയേഷൻ അതോറിറ്റി ഈ സർക്കുലറിലൂടെ പുറത്തു പറഞ്ഞിട്ടുള്ളത്. സൗദിയിലേക്ക് മടങ്ങി വരുന്ന പ്രവാസികൾക്ക് വേണ്ടി സിവിൽ ഏവിയേഷൻ അതോറിറ്റി പുറത്തിറക്കിയ മാർഗനിർദ്ദേശങ്ങൾ സിവിൽ ഏവിയേഷൻ അതോറിറ്റി വിമാന കമ്പനികൾക്കാണ് നൽകിയത്. ഇതിന് ചുവട് പിടിച്ചാണ് ചില ട്രാവൽസ് ഏജൻസികൾ തീയതി വരെ പ്രഖ്യാപിച്ചുകൊണ്ട് ഞങ്ങൾ കേരളത്തിൽ നിന്ന് സൗദിയിലേക്ക് ആളുകളെ കൊണ്ടുവരുന്നു, ഇത്രാം തീയതി കേരളത്തിൽ കൊച്ചിയിൽ നിന്ന് പുറപ്പെടുന്നു എന്നെല്ലാം പറഞ്ഞ് പോസ്റ്ററുകൾ ഇറക്കിയത്. എന്നാൽ ഇത് തികച്ചും വാസ്തവ വിരുദ്ധമാണ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ചില സാധ്യതകൾ ഉള്ളതിനാൽ ചില ട്രാവൽസ് ഏജൻസികൾ അത്തരം നാട്ടിൽ കുടുങ്ങിയ ആളുകളുടെ ഡാറ്റകൾ ശേഖരിക്കുന്നുണ്ട്. എന്നാൽ
അവർ ശേഖരിച്ചതിന് ശേഷം ബാക്കിയുള്ള അവർ സ്വീകരിക്കേണ്ട പ്രൊസീജിയർ സ്വീകരിച്ചാൽ ഒരു പക്ഷേ അത്തരം ആളുകൾക്ക് ഇവിടെ വരാനാകുമായിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷ മാത്രമാണ് നിലവിൽ ഈ സമയത്ത് നമുക്ക് ഇതേക്കുറിച്ച് പറയാൻ സാധിക്കുക. അതല്ലാതെ സൗദി അധികൃതർ വിമാനത്തിന് ഇങ്ങോട്ട് വരാൻ തിരിച്ചു യാത്രക്കാർക്ക് വരാനുള്ള അനുമതി നൽകി എന്നുള്ള വാർത്ത തീർത്തും വാസ്തവ വിരുദ്ധമാണ്. എന്നാൽ സൗദി സിവിൽ ഏവിയേഷൻ അതോറിറ്റിയുടെ പേരിൽ പുറത്തിറങ്ങിയ ഈ സർക്കുലർ അത് തികച്ചും സത്യമാണ്. എന്നാൽ ആ സർക്കുലറിൽ പറയുന്ന കാര്യങ്ങൾ ഇപ്രകാരമാണ്. അതായത് ഇത്തരം ഘട്ടങ്ങളിൽ പുറത്തുനിന്ന് ആളുകളെ ഇങ്ങോട്ട് കൊണ്ടുവരികയാണെങ്കിൽ അവർ പാലിക്കേണ്ട ആരോഗ്യപരമായ മര്യാദകളും അവർ സ്വീകരിക്കേണ്ട കാര്യങ്ങളുമാണ് ഈ സർക്കുലറിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. സർക്കുലർ കൈമാറിയത് സിവിൽ ഏവിയേഷൻ അതോറിറ്റി വിമാന കമ്പനികൾക്കാണ്. മടങ്ങി വരുന്ന സമയത്ത് പാലിക്കേണ്ട നിബന്ധനകൾ ഉൾക്കൊള്ളുന്ന കാര്യങ്ങളാണ് സർക്കുലറിൽ പരാമർശിച്ചിട്ടുള്ളത്. മറ്റു സമയങ്ങളോ അതല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ സർക്കുലറിൽ വ്യക്തമാക്കിയിട്ടില്ല. മടങ്ങി വരുന്നവർ ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശിച്ച സത്യവാങ്മൂലം പൂരിപ്പിക്കുകയും നിർദ്ദേശങ്ങൾ അനുസരിക്കുകയും വേണമെന്ന് സർക്കുലറിൽ വ്യക്തമാക്കുന്നുണ്ട്. കൊറോണ ലക്ഷണങ്ങൾ ഇല്ലെന്ന സത്യവാങ്മൂലം നൽകണം. സൗദിയിലെത്തിയ ഉടൻ 7 ദിവസം ക്വാറന്റൈനിൽ പ്രവേശിക്കുമെന്ന ഉറപ്പ് നൽകണം. സൗദിയിൽ ഇറങ്ങിയ ഉടൻ ആദ്യ 8 മണിക്കൂറിനുള്ളിൽ തന്നെ തത്മൻ ആപ്ലിക്കേഷൻ വഴി ലൊക്കേഷൻ രേഖപ്പെടുത്തണം തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് യാത്രക്കാർ പാലിക്കേണ്ടത്. ക്വാറന്റൈനിൽ കഴിയുന്നവർ മെഡിക്കൽ ആവശ്യത്തിനല്ലാതെ റൂമുകളിൽ നിന്ന് ഒരിക്കലും തന്നെ പുറത്തു പോകാൻ പാടില്ല. മറ്റുള്ളവരുമായി ബന്ധപ്പെടാതെ ഐസൊലേഷനിൽ ആയിരിക്കണം കഴിയേണ്ടത്. ഏതെങ്കിലും ആവശ്യത്തിന് റൂമിൽ നിന്ന് പുറത്തിറങ്ങേണ്ടി വരികയാണെങ്കിൽ ഫേസ് മാസ്ക് ധരിക്കുകയും അകലം പാലിക്കുകയും ചെയ്യണം. അതോടൊപ്പം മറ്റു ക്വാറന്റൈൻ നിബന്ധനകളും പൂർത്തിയാക്കണം. കഴിഞ്ഞ ദിവസമാണ് വിമാന കമ്പനികൾക്ക് സിവിൽ ഏവിയേഷൻ അതോറിറ്റി ഇത്തരമൊരു സർക്കുലർ കൈമാറിയത്. ഇതേ തുടർന്ന് നാട്ടിൽ കുടുങ്ങിയ പ്രവാസികൾക്ക് സൗദിയിലേക്ക് മടങ്ങി വരുന്നതിന് അനുമതി ലഭിച്ചുവെന്ന വാർത്തകൾ പരക്കുകയും ചില ട്രാവൽസുകൾ തിരിച്ചു മടങ്ങുന്നതിനുള്ള ദിവസം പ്രഖ്യാപിച്ച് ടിക്കറ്റ് വിതരണം നടത്തുന്നതിനുള്ള അറിയിപ്പുകളും പുറത്തിറക്കിയിരുന്നു. എന്നാൽ പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് തിരിച്ചുവരവ് സംബന്ധമായ തീരുമാനങ്ങളൊന്നും തന്നെ സൗദി അധികൃതർ ഇതുവരെ കൈക്കൊണ്ടിട്ടില്ലെന്നും അത്തരമൊരു ഘട്ടമുണ്ടായാൽ പാലിക്കേണ്ട ചട്ടങ്ങൾ മാത്രമാണിതെന്നും വ്യക്തമായത്. ഇതിനകം തന്നെ ചില സ്വകാര്യ കമ്പനികൾ തങ്ങളുടെ ജോലിക്കാരെ തിരിച്ചെത്തിക്കുന്നതിന് അനുമതി വാങ്ങി ശ്രമം തുടങ്ങിയിട്ടുണ്ട്. ഇത്തരക്കാരെയെല്ലാം ഉദ്ദേശിച്ചാണ് ഇത്തരമൊരു സർക്കുലർ പുറത്തിറക്കിയത് എന്നാണ് വിവരം. സൗദിയിലേക്ക് മടങ്ങണമെങ്കിൽ പാസ്പോർട്ട് വിഭാഗം, ആഭ്യന്തര മന്ത്രാലയം, ആരോഗ്യ മന്ത്രാലയം എന്നിവയുടെ അന്തിമ പ്രഖ്യാപനം ഉണ്ടായാൽ മാത്രമേ സാധിക്കൂ. ഇന്ന് ഒരു ഓൺലൈൻ മാധ്യമം പുറത്തുവിട്ട ഒരു വാർത്ത, സൗദി എയർലൈൻസ്, അതായത് സൗദിയുടെ വിമാന കമ്പനിയായ സൗദി എയർലൈൻസ് സൗദിയിൽ നിന്ന് കേരളത്തിലേക്കും അതോടൊപ്പം തിരിച്ചും ടിക്കറ്റ് ഓൺലൈൻ ബുക്കിംഗ് ആരംഭിച്ചു എന്നുള്ള വാർത്ത പ്രസിദ്ധീകരിച്ചിരുന്നു. എന്നാൽ ഏതാനും സമയങ്ങൾക്കുള്ളിൽ തന്നെ അവർ ആ വാർത്ത പിൻവലിക്കുകയും ചെയ്തു. പക്ഷേ ഇതിനകം തന്നെ ഈ വാർത്തകളും വളരെ വ്യാപകമായി പ്രചരിക്കപ്പെട്ടിരുന്നു. കാരണം കഴിഞ്ഞ ദിവസം ഇന്ന് പുറത്തു വന്ന ആ വാർത്തയിൽ പറഞ്ഞിരുന്നത് സെപ്റ്റംബർ പകുതിക്ക് ശേഷം സൗദി എയർലൈൻസ് സൗദിയിലെ വിവിധ വിമാനത്താവളങ്ങളിൽ നിന്നും കരിപ്പൂരിലേക്കും അതോടൊപ്പം തന്നെ നാട്ടിൽ നിന്ന് തിരിച്ച് സൗദിയിലേക്ക് വരുവാനുമായി ടിക്കറ്റ് ഓൺലൈൻ ബുക്കിംഗ് ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഈ വാർത്തയുടെ സത്യാവസ്ഥ അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് ആ വാർത്ത തികച്ചും വാസ്തവ വിരുദ്ധമാണ് എന്ന് ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം സൗദി എയർലൈൻസ് ഉപയോഗിക്കുന്നത് വലിയ വിമാനങ്ങളാണ്. കരിപ്പൂർ വിമാനത്താവള കഴിഞ്ഞ ആഴ്ച നടന്ന അപകടത്തിന് ശേഷം വലിയ വിമാനങ്ങൾക്ക് കരിപ്പൂരിൽ നിലവിൽ ഇറങ്ങുന്നതിനുള്ള അനുമതി താൽക്കാലികമായി ഇന്ത്യൻ സിവിൽ ഏവിയേഷൻ അതോറിറ്റി നിർത്തിവെച്ചിരിക്കുകയാണ്. ഇത്തരത്തിൽ അനുമതി ലഭിക്കാത്ത അവസരത്തിൽ സൗദി എയർലൈൻസ് എങ്ങനെയാണ് ഇവിടെ നിന്നും ആളുകളെ അങ്ങോട്ട് കൊണ്ടുപോകുന്നതിന് ടിക്കറ്റ് വിൽപ്പന ആരംഭിക്കുക എന്നുള്ള ഒരൊറ്റ കാര്യം നമുക്ക് നോക്കിയാൽ തന്നെ ഇത് ശരിയായ രീതിയിലുള്ള വാർത്തയല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സൗദി എയർലൈൻസ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചില വിമാന കമ്പനികൾ അവരുടെ വെബ്സൈറ്റിൽ ഇപ്പോഴും ടിക്കറ്റ് നിരക്ക് പ്രദർശിപ്പിക്കുന്നുണ്ടെങ്കിലും അത് വാങ്ങാൻ നമുക്ക് സാധിക്കുമെങ്കിലും നിലവിൽ ഇവിടെ നിന്നുള്ള പ്രഖ്യാപനം ഇല്ലാത്ത കാലത്തോളം അത്തരം ടിക്കറ്റുകൾ കൊണ്ട് യാതൊരു ഉപകാരവും ഉണ്ടായിരിക്കുകയില്ല എന്നുള്ള കാര്യം നാം ഏവരും എപ്പോഴും ശ്രദ്ധിക്കേണ്ടതുണ്ട്. സൗദിയിലെ കോവിഡ്-19 വൈറസ് ബാധ കണക്കുകളിലേക്ക് നമുക്ക് തിരിച്ചു വരാം. ഇന്ന് രാജ്യത്ത് കോവിഡ്-19 വൈറസ് ബാധിതരുടെ എണ്ണം 3 ലക്ഷം പിന്നിടുമ്പോൾ 3 ലക്ഷം പിന്നിട്ടു എന്നുള്ള സംഖ്യ ഏറെ വലുതാണെങ്കിലും സൗദിയെ സംബന്ധിച്ചിടത്തോളം കോവിഡ് മുക്തമാകുന്നു എന്നുള്ള ആശ്വാസ കണക്കുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്.
മൂന്ന് ലക്ഷത്തിലധികം ആളുകൾക്ക് COVID-19 വൈറസ് ബാധ രാജ്യത്ത് ഏറ്റിട്ടുണ്ടെങ്കിലും നിലവിൽ 24,000-ഓളം ആളുകൾ മാത്രമാണ് രാജ്യത്തെ വിവിധ ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്നത്. ഏകദേശം 2.25 ലക്ഷത്തോളം ആളുകൾ 2,72,000-ത്തിലധികം ആളുകൾ കോവിഡ് മുക്തരായി ഇതിനകം തന്നെ വീടുകളിലേക്ക് മടങ്ങിയിട്ടുണ്ട്. ബാക്കി വരുന്നവരിൽ ഏകദേശം 3,000-ത്തിലധികം ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട്. 24,000-ത്തിലധികം ആളുകൾ മാത്രമാണ് നിലവിൽ രാജ്യത്തെ വിവിധ ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്നത്. സൗദിയെ സംബന്ധിച്ചിടത്തോളം കോവിഡ് മുക്തമാകുന്നു, അതല്ലെങ്കിൽ COVID-19 വൈറസ് ബാധ കണക്കുകളിൽ ഏറ്റവും ആശ്വാസകരമാകുന്ന കണക്കുകൾ തന്നെയാണ് ദിനം പ്രതി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ചൊവ്വാഴ്ച പുറത്തു വന്ന കണക്കുകൾ ഇപ്രകാരമാണ്. 1,409 ആളുകൾക്കാണ് പുതുതായി വൈറസ് ബാധ സ്ഥിരീകരിച്ചിട്ടുള്ളത്. 34 പേർ മരണപ്പെടുകയും 4,526 പേർ രോഗമുക്തരാവുകയും ചെയ്തിട്ടുണ്ട്. മണിക്കൂറിനിടെ കണ്ടെത്തിയ ആകെ വൈറസ് ബാധിതരെക്കാൾ 3 ഇരട്ടിയിലധികം ആളുകളാണ് രോഗമുക്തരായത്. COVID-19 വൈറസ് ബാധ കണക്കുകളിൽ രാജ്യത്തെ സൗദിയിലെ കണക്കുകളിൽ ഇതാദ്യമായാണ് പുതിയ വൈറസ് ബാധ കണക്കുകളേക്കാൾ 3 ഇരട്ടി വൈറസ് ബാധ രോഗമുക്തരുടെ കണക്കുകൾ ഉയർന്നതായി കാണുന്നത്. 24,942 രോഗികളാണ് നിലവിൽ രാജ്യത്തെ വിവിധ ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്നത്. ഇവരിൽ 1,716 രോഗികളാണ് അതീവ ഗുരുതരാവസ്ഥയിൽ കഴിയുന്നത്. ചൊവ്വാഴ്ച പുറത്തു വന്ന കണക്കുകളിൽ ഏറ്റവും കൂടുതൽ വൈറസ് ബാധ കണ്ടെത്തിയിട്ടുള്ളത് ഹായിലാണ്. ഹായിലിൽ 81 പുതിയ വൈറസ് ബാധ കേസുകളാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. റിയാദിൽ 64, ഹുഫൂഫ് 62, ജസാൻ 60, മക്ക 55, മദീന 52, ബുറൈദ 51 എന്നിങ്ങനെയാണ് ഏറ്റവും കൂടുതൽ വൈറസ് ബാധ കണ്ടെത്തിയിട്ടുള്ള സ്ഥലങ്ങൾ. നമ്മുടെ രാജ്യത്തെ ആകെ വൈറസ് ബാധിതരുടെ എണ്ണം 3 ലക്ഷം പിന്നിട്ടു. അതോടൊപ്പം മരണം 3,470 ഉയർന്നിട്ടുണ്ട്. 2,72,911 രോഗികളാണ് ഇതിനകം തന്നെ വൈറസ് ബാധയിൽ നിന്ന് രോഗമുക്തി നേടിയത്. ഇന്ന് വൈറസ് ബാധ കണ്ടെത്തിയ മറ്റു നഗരികൾ നമുക്ക് നോക്കാം. ഏറ്റവും കൂടുതൽ കണ്ടെത്തിയത് നേരത്തെ സൂചിപ്പിച്ചത് ഹായിലാണ്. ഹായിൽ 81 കേസുകളാണ് കണ്ടെത്തിയിട്ടുള്ളത്. റിയാദ് 64, ഹുഫൂഫ് 62, ജസാൻ 60, മക്ക 55, മദീന 52, ബുറൈദ 51, അബഹ, ജിദ്ദ എന്നിവിടങ്ങളിൽ 49 വീതം, ഖമീസ് മുഷൈത്ത് 48, യാംബു 47, ഹഫർ അൽ ബാത്തിൻ 32, നജ്റാൻ 29, ത്വായിഫ്, തബൂക്ക് എന്നിവിടങ്ങളിൽ 27 വീതം, അൽ മുബറസ്, ദമാം എന്നിവിടങ്ങളിൽ 26 വീതം, ബൈഷ്, സൊബിയ എന്നിവിടങ്ങളിൽ 25 വീതം, ഒയൂൻ അൽ ജവ, റിജാൽ അൽമാ എന്നിവിടങ്ങളിൽ 19 വീതം, അൽ റസ്, ഷറൂറ എന്നിവിടങ്ങളിൽ 18 വീതം, അൽ മുദ്നബ്, അഹദ് അൽ മസാറഹ എന്നിവിടങ്ങളിൽ 16 വീതം, ഖൈബർ, അൽ ജുബൈർ, ഖതീഫ് എന്നിവിടങ്ങളിൽ 15 വീതം, അറാർ 14, കുൻഫുദ, വാദി അൽ ദവാസിർ 13, ബലസ്മർ, ഖോബാർ എന്നിവിടങ്ങളിൽ 12 വീതം, കൊൽവ, ഉനൈസ, സറാത്ത്, ഉബൈദ, അൽ ഐദാബി എന്നിവിടങ്ങളിൽ 11 വീതം, നാരിയ 10 എന്നിങ്ങനെയാണ് കൂടുതൽ വൈറസ് ബാധ കണ്ടെത്തിയിട്ടുള്ള സ്ഥലങ്ങൾ. എന്നാൽ 10-ൽ താഴെ ഒറ്റക്ക സംഖ്യയിൽ 78 സ്ഥലങ്ങളിൽ വൈറസ് ബാധ കണ്ടെത്തിയിട്ടുണ്ട്. ഒരു ദുഃഖകരമായ വാർത്തയിലേക്കാണ് ഇനി നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നത്. ഏറെ ആഘോഷിച്ചു നടത്തിയ വിവാഹ ദിനം ഒടുവിൽ അത് പര്യവസാനിച്ചത് ദുരന്ത ദിനമായി. ദുരന്തത്തിലാണ് പര്യവസാനിച്ചത്. സൗദിയിലെ ജിസാനിലാണ് ദാരുണമായ സംഭവം അരങ്ങേറിയത്. വിവാഹം കഴിഞ്ഞ ദമ്പതികൾ പകലിലെ വിവാഹ ആഘോഷ പരിപാടികളെല്ലാം കഴിഞ്ഞതിന് ശേഷം അവർ താമസിക്കാൻ ഏൽപ്പിച്ചിരുന്ന ഹോട്ടലിലേക്ക് പോകുന്നത് വഴി പോകുന്ന വഴിയിൽ വാഹനം മറിയുകയും അഗാധമായ ഗർത്തത്തിലേക്ക്, കൊക്കയിലേക്ക് വാഹനം മറിഞ്ഞ് ദമ്പതികൾ ദാരുണമായി മരണപ്പെടുകയുമായിരുന്നു. സൗദിയിലെ ജിസാൻ പ്രവിശ്യയിലെ ഹർബ് മേഖലയിലാണ് വിവാഹദിനം തന്നെ വൈകുന്നേരം കാർ കൊക്കയിലേക്ക് മറിഞ്ഞുണ്ടായ അപകടത്തിൽ ദമ്പതികൾ ദാരുണമായി മരണപ്പെട്ടത്. വിവാഹ ആഘോഷങ്ങൾക്ക് ശേഷം ദമ്പതികൾ ഹോട്ടലിലേക്ക് പോകുന്നതിനിടെയാണ് അപകടം. മലനിരകൾ കൂടുതലുള്ള ഈ മേഖലയിൽ മുകളിൽ നിന്നും കാർ കൊക്കയിലേക്ക് മറിഞ്ഞാണ് അപകടം. ഏറെ മാസങ്ങൾക്ക് ശേഷമാണ് ഇവരുടെ വിവാഹം നടന്നത്. 9 മാസങ്ങൾക്ക് മുമ്പ് തീരുമാനിച്ച വിവാഹാഘോഷ പരിപാടികൾ കോവിഡ് പശ്ചാത്തലത്തിലുണ്ടായ നിയന്ത്രണങ്ങളെ തുടർന്ന് വൈകുകയായിരുന്നു. നിയന്ത്രണങ്ങൾ നീങ്ങിയതോടെ തിങ്കളാഴ്ച വിവാഹ പരിപാടികൾക്കായി തീരുമാനിക്കുകയായിരുന്നു. തിങ്കളാഴ്ചയിലെ വിവാഹ ചടങ്ങുകൾക്ക് ശേഷം നേരത്തെ ബുക്ക് ചെയ്ത ഹോട്ടലിലേക്ക് ഇരുവരും പോകുന്നതിനിടെ വാഹനം നിയന്ത്രണം വിട്ട് മറിയുകയും
മീറ്ററുകൾ ആഴമുള്ള അഗാധമായ കൊക്കയിലേക്ക് മറയുകയുമായിരുന്നു. വിവാഹശേഷം ഇരുവരും ഹണിമൂൺ ആഘോഷിക്കാനായി നേരത്തെ തന്നെ ഹോട്ടൽ ബുക്ക് ചെയ്തതായിരുന്നു. സിവിൽ ഡിഫൻസ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ റെഡ് ക്രസന്റ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും കഠിന പരിശ്രമങ്ങൾക്കൊടുവിലാണ് ചൊവ്വാഴ്ച പുലർച്ചെയോടെ ഇരുവരുടെയും മൃതദേഹം കൊക്കയിൽ നിന്നും കണ്ടെത്തിയത്.